ഹലോ ഗൈസ്, റിട്രോ ഒരു കാർത്തിക് സുബ്രാജ് പടം. നായകൻ സൂര്യ. 10 കൊല്ലമായിട്ട് ഹിറ്റില്ലാത്ത സൂര്യന് ഒരു കിടിലൻ കംബാക്ക് കിട്ടുമെന്നും ഒരു ഗംഭീര ക്വാളിറ്റി സിനിമ കിട്ടുമെന്നും പ്രതീക്ഷിച്ച ആരാധകരായാലും അതുപോലെ തന്നെ സാധാരണ സിനിമാ പ്രേക്ഷകരായാലും പ്രതീക്ഷിച്ച സിനിമ. എന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. പടം ബോക്സ് ഓഫീസിൽ വൻ രീതിയിലൊരു പരാജയമാവുകയും അതേപോലെ തന്നെ നെഗറ്റീവ് ടു ഡിസാസ്റ്റർ റിപ്പോർട്ട്സുമാണ് വന്നത്. പടം OTT വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ പടം ഫ്ലോപ്പ് ആവാൻ കാരണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാമല്ലോ, ഈ ഒരു സിനിമ ഒരിക്കലും ഒരു ഭയങ്കര ഡിസാസ്റ്റർ റിപ്പോർട്ട് വരാനോ അല്ലെങ്കിൽ അത്ര മോശം സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടപ്പോൾ ഒരു എബവ് ആവറേജ് സിനിമ, നല്ല രീതിയിൽ ടെക്നിക്കലി മികച്ചതായിട്ട് ഭയങ്കര കിടിലൻ ക്വാളിറ്റിയിൽ എടുത്ത് വെച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്ന് കരുതി ഇത് എല്ലാ മേഖലയിലും കിടിലൻ പടം എന്നല്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പടം ഭയങ്കര കിടിലമായിട്ടാണ് തുടങ്ങിയത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുന്നതായാലും സൂര്യയുടെ ഇൻട്രോ ആയാലും ആ സിംഗിൾ ഷോട്ട് ഫൈറ്റ് സീക്വൻസ്, കല്യാണം, ഡാൻസ്, പാട്ട് എല്ലാം വളരെ കിടിലമായിട്ടാണ് തുടങ്ങിയത്. സൂര്യ കംബാക്ക് അടിച്ചു, കാർത്തിക്കിൻ്റെ ഒരു പീക്ക് പടം എന്ന് തന്നെയാണ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് തീരുന്നത് വരെയും തോന്നിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് എവിടൊക്കെയോ സിനിമ വലിയുന്നതായി അനുഭവപ്പെട്ടു തുടങ്ങി. പടത്തിൽ എനിക്ക് ആദ്യം തോന്നിയ ഒരു കല്ലുകടിയാണ് ഇതിൽ സൂര്യയുടെ ജയിലിലെ ലുക്ക്. അതിലെ ആ ഒരു താടി ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഫീലായിരുന്നു. അവിടെ വെച്ചാണ് എവിടെയോ ഈ സിനിമ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങുന്ന ഒരു ഫീല് വന്നു തുടങ്ങിയത്. ബട്ട് ആ ജയിൽ സീക്വൻസസ് കഴിഞ്ഞിട്ടായാലും വീണ്ടും പടം ട്രാക്കിൽ കയറുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പിന്നീടായാലും ട്രാക്കിൽ കയറുന്ന സിനിമ ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് ആസ്വദിച്ചു വന്നത്. പക്ഷേ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഈ പടത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ വില്ലൻ്റെ ഇൻട്രോയിലാണ്. ഇതിലെ കുറച്ച് സഹവില്ലന്മാർ വില്ലന് കൊടുക്കുന്ന ഒരു ഹൈപ്പുണ്ട്, ദ കിങ് ഈസ് കമ്മിങ് ഓർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി കേൾക്കുമ്പോൾ നമ്മളെന്തോ ഒരു ഭീകര വില്ലൻ വരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ വരുന്നത് ഈ പുള്ളിയാണ്. ഇവന്മാരുടെ ഈ പ്രീ ഹൈപ്പ് തള്ളു കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വില്ലനായിരിക്കും വരുന്നതെന്ന്. ബ്രോ, ആക്ച്വലി നിങ്ങളൊരു വില്ലനെ കാണിക്കാതെ, അയാളുടെ യാതൊരു വില്ലനിസവും കാണിക്കാതെ വെറുതെ വാ കൊണ്ടുള്ള തള്ളലാണെങ്കിൽ മിനിമം ഓഡിയൻസിന് അറിയാവുന്ന ഒരാളായിരിക്കണം വില്ലനായിട്ട് വരേണ്ടത്. അല്ലാത്ത ഒരു ആളാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഹിം ഡു. ആ പുള്ളിയോട് വില്ലനിസം കാണിക്കാൻ പറയൂ, അതുവഴി ഇമ്പാക്റ്റ് ഉണ്ടാക്കൂ. അങ്ങനെ വില്ലൻ്റെ ഫസ്റ്റ് ബാക്ക് ഷോട്ട് കാണുമ്പോൾ തന്നെ ആ എന്നൊരു ഫീലായിരുന്നു തോന്നിയത്. കാരണം ഓക്കെ, ഈ പുള്ളി ഒരു പുതുമുഖമാണ്, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ എന്തുവാ ഈ ബോഡി? മിനിമം ആ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ വരണ്ടേ? നിങ്ങൾ ഇത്രയും 10-60 ടാറ്റു അടിച്ചിട്ട് ഈ ബോഡി കാണിക്കേണ്ട എന്താവശ്യമാണ് ഇവിടെ ഉള്ളത്? ഒരു ബോഡി ഷോ, അതിപ്പോൾ നായകൻ്റെ ആയാലോ വില്ലൻ്റെ ആയാലോ നായികയുടെ ആയാലോ ഒരു ഐറ്റം ഡാൻസ് ആയാലോ എനിത്തിങ്, അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവണ്ടേ? ഇത് ചുമ്മാ ഈ ചാളത്തടി കാണിക്കാൻ എന്തിനാണ് ഈ ബോഡി ഷോ? ഒരു ഭയങ്കര വില്ലൻ 10-60 ടാറ്റു, ദ കിങ് ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി യാതൊരു വിധത്തിലും ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി ആദ്യമേ ഇങ്ങനെ കണ്ടപ്പോൾ തോന്നിയത്. ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ ആവാനല്ലേ, ഒരു വില്ലനാവാൻ വേണ്ടി പുള്ളി എന്തെങ്കിലും തരത്തിലൊരു ബോഡിയിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻസ് എങ്കിലും നടത്തണ്ടേ? ഇത് വെറുതെ. ഈ പടത്തിലെ ഏറ്റവും വലിയ ഡ്രോബാക്കിൽ ഒന്ന് തന്നെയാണ് ഈ പുള്ളി പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അത്ര മോശം ആക്ടിങ് ഒന്നുമല്ല, ബട്ട് ഫിസിക്കലി ആയാലും ആ ഒരു വില്ലൻ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ പെർഫോമൻസ് വൈസും അങ്ങനെ വില്ലനിസം ഒന്നും കാണിക്കാൻ പുള്ളിക്കില്ല. ഒരു മെൻ്റൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വാ എന്നും വിളിച്ച് ഡീവൺ എന്ന് വിളിച്ച് നടക്കുന്നതല്ലാതെ ഈ പുള്ളിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ വില്ലൻ ക്യാരക്ടർ തന്നെ ഭയങ്കര വീക്കായിപ്പോയി. മറ്റൊരു സീനാണ് സൂര്യ മിററിൽ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന സീൻ. എനിക്ക് പേഴ്സണലി എന്തോ ആ ഒരു സീൻ അത്ര കിടിലമായിട്ട് തോന്നിയില്ല. മേ ബി അത് സൂര്യയെ കൊണ്ട് കുറച്ചും കൂടെ കിടിലമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സീൻ, കോളിവുഡിലായാലും ഇന്ത്യൻ സിനിമയിലായാലും ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനാക്കി മാറ്റാവുന്ന ഒരു സീനായിരുന്നു. ബട്ട് അത് ഒന്നും ഇല്ലാതായി പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതും എനിക്കെന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ പിന്നീടായാലും സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ആ ജോജു സൂര്യ കോംബോയിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന സീൻ കഴിഞ്ഞ് വീണ്ടും പടം അപ്പാവുന്ന പോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. പിന്നെ സിനിമ ഭീകരമായിട്ട് ഡൗൺ ആയിപ്പോയത് അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ തന്നെയാണ്. എസ്പെഷ്യലി ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരിക്കലും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നേ അല്ല, ബട്ട് ഫോഴ്സ്ഫുള്ളി എന്തൊക്കെയോ പൊളിറ്റിക്സ് കുത്തിക്കയറ്റി കാർത്തിക് സുബ്രാജ് ആ ഒരു സിനിമയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സിനിമയുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കി കളയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ
ഏറ്റവും എടുത്ത് പറയുന്നത് രമ്യ സുരേഷ് എന്ന ആക്ട്രസിൻ്റെ പെർഫോമൻസ് ആണ്. എന്ത് ഊച്ചാളി അഭിനയമാണത്, എന്തോന്ന് ചിരിയാണ് ചിരിക്കുന്നത്. ആക്ച്വലി കാർത്തിക് സുബ്രാജ് ഈ ഷോട്ട് എടുക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഗോ ഫോർ എ റീടേക്ക് ഡ്യൂഡ്, ഡോണ്ട് ബി ഹെസിറ്റേറ്റ്. ഞാൻ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇവരാ ഇരിക്കുന്നത്, ജസ്റ്റ് ആ മിസൈൽ പിടിക്കുന്നത്, വേണമെങ്കിൽ ഒരു മിസൈൽ വിടട്ട്, നോ പ്രോബ്ലം. എന്നിട്ട് ജസ്റ്റ് ഒരു വൈഡിൽ ഇവരുടെ ജസ്റ്റ് ഒരു സ്മൈല് കാണിച്ചങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് പോർഷൻ വൻ വെറുപ്പിക്കലായിരുന്നു. അയ്യോ, അത്രയും നേരം കണ്ട് ഞാൻ പേഴ്സണലി ഇത് അത്യാവശ്യം ആസ്വദിച്ച് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ഇവരുടെ ഈ കൊലച്ചിരിയും അണ്ണൻ്റെ കരച്ചിലും എല്ലാം കൂടെ വന്ന ആ പടത്തിൻ്റെ ഫുൾ മൂഡ് തന്നെ തുലയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെ ആവണം ഈ സിനിമയ്ക്ക് ഒരു അട്ടർ നെഗറ്റീവ് റിവ്യൂ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. നിങ്ങൾ ഒരു സിനിമ അത് എത്ര മികച്ചതായിട്ട് ചെയ്തു വെച്ചാലും അതിൻ്റെ ക്ലൈമാക്സ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ്റെ മൈൻഡിൽ ആദ്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആയിരിക്കും. സോ അതായിരിക്കണം നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കിടിലമായിട്ട് ചെയ്ത് വെക്കേണ്ടത് അതാണ്. ബട്ട് ഈ ഒരു സിനിമയിൽ വന്നപ്പം ഏറ്റവും അപരാധമായി പോയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ചിരിയും വലിയ മനസ്സിൽ കാണത്തുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ബ്രോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ നല്ല ഊളപ്പടം എന്നേ പറയത്തുള്ളൂ. പിന്നെ അവരിരുന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൽ സൂര്യയുടെ ഗംഭീര പെർഫോമൻസ്, ഗംഭീര ഫൈറ്റ് സീക്വൻസസ്, ഭയങ്കര ക്വാളിറ്റിയുള്ള റിച്ച് ഫ്രെയിംസ് ഉള്ള ഒരുപാട് നല്ല പെർഫോമൻസസ് ഉള്ള ജോജു ആയാലും, അതുപോലെ തന്നെ വേറെ ആരുമില്ല, ജോജുവും സൂര്യയും മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇതിലാകെ നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയത്. അതുപോലെ നല്ല പെർഫോമൻസുകൾ, നല്ല മേക്കിംഗ് ഉള്ള ഒരു സിനിമയായിരുന്നു. സൂര്യ ഈ പടത്തിന് വേണ്ടി ടു ബി ഫ്രാങ്ക് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ക്ലൈമാക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സിനിമയിൽ ആക്ച്വലി നെഗറ്റീവ്സിനെ കാട്ടി പോസിറ്റീവ്സ് തന്നെയാണ് ഉള്ളത്. റിച്ച് ക്വാളിറ്റി മേക്കിംഗ്, മികച്ച ഫ്രെയിംസ്, ഗംഭീര ആക്ഷൻ സീക്വൻസസ്, സൂര്യയുടെയും ജോജുവിൻ്റെയും ഒക്കെ നല്ല പെർഫോമൻസ്. ജയറാമേട്ടനുണ്ട്, ഭാഗ്യത്തിന് ജയറാമേട്ടനെ വലിയ രീതിയിൽ കോമാളിയാക്കിയിട്ടില്ല, താങ്ക് യു സുബരാജ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ നെഗറ്റീവ്സ്, ഈ വില്ലനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ മോശം. ക്ലൈമാക്സ് സീക്വൻസസ് എടുത്തു വെച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് വന്ന വിധം വളരെ വളരെ മോശം. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു പടം ഒരു ഡിസാസ്റ്റർ ആവാൻ ഉള്ള ഒരു കാര്യമായിട്ട് തോന്നിയത്. ഇത് മാത്രമല്ലാതെ വേറെയും കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. ആക്ച്വലി എവിടെയൊക്കെയോ വലിയുന്നതായിട്ടും, അതുപോലെ തന്നെ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പെർഫോമൻസ് ആയാലും, അതുപോലെ ഒരാവശ്യമില്ലാത്ത നാസർ, പ്രകാശ് രാജിനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതായാലും, അതുപോലെ പിന്നെ സ്ക്രിപ്റ്റിലൊന്നുമില്ല. ബാഹുബലിയും KGF രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ്. ബട്ട് ഈ ഒരു ഡ്രോബാക്സ് ഒക്കെ ഈ ഒരു സിനിമയെ ഒരു ആവറേജ് നിർത്തുന്നതാണ്. ബട്ട് ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ആ വില്ലനെ എക്സിക്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ വില്ലനെ പ്രസൻറ്റ് ചെയ്ത രീതി, ആ ക്ലൈമാക്സ്, അത് കാരണം മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് അട്ടർ നെഗറ്റീവ് വന്നത്. മേ ബി സുബ്രാജ് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു സിനിമ, അല്ലെങ്കിൽ സൂര്യയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു ഗംഭീര തിരിച്ചുവരവ്. പെർഫോമൻസ് വൈസ് ഇതിൽ സൂര്യയെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഹീസ് വെരി കിഡിലം. എനിക്ക് ആകെ ആ ഒരു മിറർ സീൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു പുള്ളിക്ക് എന്ന് തോന്നി. ബട്ട് അത് മോശമൊന്നുമല്ല, അത് ബെറ്റർ ആക്കാമായിരുന്നു. ബട്ട് അതൊഴിച്ചാൽ സൂര്യ വാസ് പീക്ക്, ജോജു വാസ് കിഡിൽ. ആ താനോസിൻ്റെ കൈ പരിപാടിയൊക്കെ എനിക്ക് പേഴ്സണലി കിഡിലുമായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലെ ഏറ്റവും കിഡിലൻ സീൻ ഇതിൽ ജോജു ഫേസ് ഓഫ് സീനായിരുന്നു. അതിലൊക്കെ സൂര്യയുടെ സ്വാഗ് ഭയങ്കര കിഡിലുമായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും കിടക്കുമായിരുന്നു. ആ ഒരു പരിപാടികളൊക്കെ, ആ ഒരു ഒരു സെറ്റപ്പ് മൂടൊക്കെ ഗംഭീരമായിരുന്നു. ബട്ട് അവസാനം എന്തുവാണ് ബ്രോ, 7ാം അറിവൊക്കെ കഴിഞ്ഞ് എന്തിനാ വീണ്ടും ഈ രംഗനാഥ ശക്തിവേല സ്വാമി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഭൂതനാഥ സ്വാമി, എന്താ പൊന്നെ സൂര്യയുടെ ഒരു കിണിയും, അയ്യോ അത് കഴിഞ്ഞുള്ള കുറേ കിണിയും കണച്ചിലും. പിന്നെ ഒരു ടൈലൻ സീക്വൻസ് ഉണ്ട്, അത് പേഴ്സണലി ഭയങ്കര എന്താ പറയുക, ഒരു റിലീഫായിരുന്നു ക്ലൈമാക്സിന് ശേഷം. ബട്ട് ക്ലൈമാക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡൂഡ്. ഹോപ്പിംഗ് ഫോർ സൂര്യാസ് കം ബാക്ക്.